ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ അല്പാനാമപി വസ്തൂനാം സംഹതിഹി കാര്യസാധിക എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം. അധോലിഖിതാനാം പ്രശ്നാനാം ഏകപദേന ഉത്തരം ലിഖത്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി വൺ വേർഡിൽ ആൻസർ എഴുതുക. മിത്രാണി ഗ്രീഷ്മാവകാശേ കുത്ര ഗച്ഛന്തി? സുഹൃത്തുക്കൾ സമ്മർ വെക്കേഷനിൽ എവിടെയാണ് പോയത്? ഉത്തരാഖണ്ഡിൽ അല്ലേ? നമ്മൾ എന്തെഴുതും? ഉത്തരാഖണ്ഡം. സർവത്ര കഹ പ്രസൃതഃ? എല്ലായിടത്തും എന്താണ് പടർന്നത്? അന്ധകാരം അല്ലേ? ഇരുട്ടാണ് പടർന്നത്. അപ്പം എന്തെഴുതും? അന്ധകാരഃ. ക സർവാൻ പ്രേരയൻ അവദത്? ആരാണ് എല്ലാവരെയും പ്രേരിപ്പിച്ചു പറഞ്ഞത്? ലീഡർ. അപ്പം എന്തെഴുതും? നായകഃ. കഹ ഹിതോപദേശസ്യ കഥാം ശ്രാവയതി? ആരാണ് ഹിതോപദേശത്തിൻ്റെ കഥ കേൾപ്പിച്ചത്? ലീഡർ. അപ്പം എന്തെഴുതും? നായകഃ. കപോത രാജസ്യ നാമ കിം? പ്രാവുകളുടെ രാജാവിൻ്റെ പേരെന്താണ്? ചിത്രഗ്രീവ്. വ്യാധഃ കാൻ വികീര്യ ജാലം പ്രസാരിത്വാൻ? വേട്ടക്കാരൻ എന്ത് വിതറിയിട്ടാണ് വല വിരിച്ചത്? അരിമണികൾ. അപ്പം എന്തെഴുതും? തണ്ടുലകണാൻ. വിപത്കാലേ വിസ്മയഃ കസ്യ ലക്ഷണം? കഷ്ടകാല സമയത്ത് ധൈര്യം ചോർന്നു പോകുന്നത് എന്തിൻ്റെ ലക്ഷണമാണ്? കാപുരുഷസ്യ, ഭീരുക്കളുടെ. ചിത്രഗ്രീവസ്യ മിത്രം ഹിരണ്യകഃ കുത്ര നിവസതി? ചിത്രഗ്രീവന്റെ സുഹൃത്ത് ഹിരണ്യക് എവിടെയാണ് താമസിച്ചിരുന്നത്? എവിടെ താമസിച്ചേ? ചിത്രവനത്തിൽ. ചിത്രഗ്രീവഃ ഹിരണ്യകം കഥം സംബോധയതി? ചിത്രഗ്രീവ് ഹിരണ്യനെ എങ്ങനെയാണ് സംബോധന ചെയ്തത്, അഡ്രസ് ചെയ്തത്? സഖേ, മിത്രമേ. പൂർവം കേശാം പാശാൻ ചിനത്തും ഇതി ചിത്രഗ്രീവഃ വദതി? ആദ്യം ആരുടെ വല മുറിച്ചു മാറ്റാനാണ് ചിത്രഗ്രീവ് പറഞ്ഞത്? മദാശ്രിതാൻ, അതായത് തൻ്റെ ആശ്രിതരുടെ. അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണവാക്യേന ഉത്തരം ലിഖത്. കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. യഥാ കേദാരക്ഷേത്രം ആരോഹന്തഃ ആസൻ കിം അഭവത്? കേദാരക്ഷേത്രത്തിലേക്ക് കയറിയപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? വൃഷ്ടിഹി ആരബ്ധ പർവ്വതസ്ഖലനം ച അഭവത്. മഴയുണ്ടായി, ഉരുൾപൊട്ടൽ ഉണ്ടായി. സർവേ ഉച്ചസ്വരേണ കിം പ്രാർത്ഥയന്തഃ? എല്ലാവരും ഉച്ചസ്വരത്തിൽ എന്താണ് പ്രാർത്ഥിച്ചത്? സർവേ ഉച്ചസ്വരേണ ഹേ ഭഗവൻ രക്ഷ അസ്മാൻ ഇതി പ്രാർത്ഥയന്ത. എല്ലാവരും ഉച്ചസ്വരത്തിൽ ഹേ ദൈവമേ, ഹേ ഈശ്വര, രക്ഷിക്കണേ ഞങ്ങളെ എന്നാണ് പ്രാർത്ഥിച്ചത്. അസംഭവം കാര്യം കഥം കർത്തും ശക്യത്തെ ഇതി നായകഃ ഉക്ത്വാൻ? ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നാണ് ലീഡർ പറഞ്ഞത്? നായകഃ ഉക്ത്വാൻ യത്, ലീഡർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആത്മവിശ്വാസ ബലേന, ആത്മവിശ്വാസത്തിൻ്റെ ബലത്താൽ, അസംഭവമപി കാര്യം, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം പോലും, സാധിക്കും ശക്യതേ, ചെയ്യാൻ സാധിക്കും. നിർജ്ജനേ വനേ തണ്ടുലഗണാൻ ദൃഷ്ട്വാ ചിത്രഗ്രീവഃ കിം നിരൂപയതി? ആൾവാസമില്ലാത്ത കാട്ടിൽ അരിമണികൾ കണ്ട ചിത്രഗ്രീവൻ എന്താണ് കണ്ടെത്തിയത്? ചിത്രഗ്രീവഃ നിരൂപയതി യത് നിർജ്ജനേ വനേ തണ്ടുലഗണാനാം സംഭവഃ സന്ദേഹാസ്പദഃ അസ്തി, അതഃ അന്വേഷണം കരണീയം. ചിത്രഗ്രീവൻ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, ആൾവാസമില്ലാത്ത കാട്ടിൽ അരിമണികൾ ഉണ്ടാവുക എന്നത് സംശയിക്കേണ്ടതാണ്. അതുകൊണ്ട് അന്വേഷിക്കണം. കിം നീതിവചനം പ്രസിദ്ധം? എന്ത് നീതിവചനമാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ലഘൂനാമപി വസ്തൂനാം സംഹതിഹി കാര്യസാധിക ഇതി നീതിവചനം പ്രസിദ്ധം. ചെറിയ വസ്തുക്കളുടെ കൂട്ടായ്മ പോലും വലിയ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സഹായിക്കുന്നു എന്ന നീതിവചനമാണ് പ്രസിദ്ധം.
व्याधात् रक्षां प्राप्तुं चित्रग्रीवः कम् आदेशं दत्तवान्? വേട്ടക്കാരനിൽ നിന്ന് രക്ഷ നേടാൻ ചിത്രഗ്രീവൻ എന്തുത്തരവാണ് നൽകിയത്? ചിത്രഗ്രീവः ആദേശം ദത്വാൻ യത് ഏകചിത്തീഭൂയ ജാലമാദായ ഉഡീയതാം. ചിത്രഗ്രീവൻ ഉത്തരവ് നൽകിയത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഒറ്റ മനസ്സോടെ വലയും കൊണ്ട് മുകളിലേക്ക് പറന്നുയരുക. അടുത്ത ചോദ്യം നോക്കാം. ഹിരണ്യകഃ കിമർത്ഥം തൂഷ്ണീം സ്ഥിതഃ? ഹിരണ്യക് എന്തുകൊണ്ടാണ് മിണ്ടാതെ നിന്നത്? ഹിരണ്യകഃ കപോതാനാം അപപാതഭയാത് തൂഷ്ണീം സ്ഥിതഃ. ഹിരണ്യക് പ്രാവുകളുടെ വീണ ഭയത്താലാണ് മിണ്ടാതെ നിന്നത്. അതായത് പ്രാവുകൾ കൂട്ടത്തോടെ വന്നിറങ്ങിയപ്പോൾ അതിനെന്താ തോന്നിയേ? പ്രാവുകൾ വീണു എന്നാണ് തോന്നിയത് കേട്ടോ. പുലകിതഃ ഹിരണ്യകഃ ചിത്രഗ്രീവം കഥം പ്രശംസതി? സന്തോഷഭരിതനായ, അതായത് ആനന്ദഭരിതനായ ഹിരണ്യക് ചിത്രഗ്രീവനെ എങ്ങനെയാണ് പ്രശംസിച്ചത്? ഹിരണ്യകഃ ചിത്രഗ്രീവം പ്രശംസതി യത് അനേന ആശ്രിതവാത്സല്യേന ത്വം ത്രൈലോക്യസ്യ സ്വാമി ഭവിതും അർഹസി. ഹിരണ്യക് ചിത്രഗ്രീവനെ പ്രശംസിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ, അതായത് തൻ്റെ ആശ്രിതരോടുള്ള വാത്സല്യത്താൽ നീ 3 ലോകങ്ങളുടെയും സ്വാമിയാകാൻ യോഗ്യനാണ്. കപോതാഹ കഥം ആത്മരക്ഷണം കൃതവന്തഃ? പ്രാവുകൾ എങ്ങനെയാണ് സ്വയം രക്ഷ ചെയ്തത്? കപോതാഹ ബുദ്ധിബലേന സംഘട്ടന സാമർഥ്യേന ച ആത്മരക്ഷണം കൃതവന്തഃ. പ്രാവുകൾ ബുദ്ധിബലം കൊണ്ടും ഒത്തൊരുമ കൊണ്ടുമാണ് സ്വയം രക്ഷ ചെയ്തത്. നായകസ്യ പ്രേരകവചനൈഃ സർവേ അപി കിം അകുർവൻ? ലീഡറിൻ്റെ ഇൻസ്പയറിംഗ് വേർഡ്സ് കേട്ട് എല്ലാവരും എന്താണ് ചെയ്തത്? നായകസ്യ പ്രേരകവചനൈഃ സർവേ ഭയം ശോക സന്ദേഹം ച വിഹായ സേതുനിർമ്മാണേ സംലഗ്നാഃ ജാതാഃ. അതായത് ലീഡറിൻ്റെ ഇൻസ്പയറിംഗ് വേർഡ്സ് കാരണം, ഇൻസ്പയറിംഗ് വേർഡ്സാൽ എല്ലാവരും ഭയവും ദുഃഖവും സംശയവും എല്ലാം വെടിഞ്ഞ് പാലം നിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടു. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനി വാക്യാനി പഠിത്വാ ലപ്രത്യാന്തേഷു പരിവർത്തയത്. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് വായിച്ചിട്ട് അത് ലപ്രത്യയിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുക. ഓക്കെ, നോക്കാം. ഛാത്രഃ കക്ഷാം പ്രവിശതി സംസ്കൃതം പഠതി. സ്റ്റുഡൻസ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു, സംസ്കൃതം പഠിക്കുന്നു. ഛാത്രഃ കക്ഷാം പ്രവിശ്യ സംസ്കൃതം പഠതി. സ്റ്റുഡൻസ് ക്ലാസ്സിൽ പ്രവേശിച്ച് സംസ്കൃതം പഠിക്കുന്നു. അടുത്ത് നോക്കാം. ഭക്തഃ മന്ദിരം ആഗച്ഛതി പൂജാം കരോതി. ഭക്തർ അമ്പലത്തിൽ വരുന്നു, പൂജ ചെയ്യുന്നു. എങ്ങനെ എഴുതും? ഭക്തഃ മന്ദിരം ആഗത്യ പൂജാം കരോതി. ഭക്തർ അമ്പലത്തിൽ വന്ന് പൂജ ചെയ്യുന്നു. മാതാ ഭോജനം നിർമാതി പുത്രായ ദദാതി. അമ്മ ഭക്ഷണമുണ്ടാക്കുന്നു, മകന് നൽകുന്നു. മാതാ ഭോജനം നിർമായ പുത്രായ ദദാതി. അമ്മ ഭക്ഷണമുണ്ടാക്കി മകന് നൽകുന്നു. സുരേഷഃ പ്രാതഃ ഉത്തിഷ്ഠതി ദേവം നമതി. സുരേഷ് രാവിലെ എണീക്കുന്നു, ദേവനെ നമിക്കുന്നു. സുരേഷഃ പ്രാതഃ ഉത്തിഷ്ഠ്യ ദേവം നമതി. സുരേഷ് രാവിലെ എണീച്ചിട്ട് ദേവനെ നമിക്കുന്നു, ഭഗവാനെ നമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രമ പുസ്തകം സ്വീകരോതി വിദ്യാലയം ഗച്ഛതി. രമ പുസ്തകം വാങ്ങുന്നു, സ്കൂളിൽ പോകുന്നു. രമ പുസ്തകം സ്വീകൃത്യ വിദ്യാലയം ഗച്ഛതി. രമ പുസ്തകം വാങ്ങിയിട്ട് സ്കൂളിൽ പോകുന്നു. അഹം ഗൃഹം ആഗച്ഛാമി ഭോജനം കരോമി. ഞാൻ വീട്ടിൽ വരുന്നു, ആഹാരം കഴിക്കുന്നു. അഹം ഗൃഹം ആഗത്യ ഭോജനം കരോമി. ഞാൻ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുന്നു. തണ്ടുലഗണാൻ വികീരതി ജാലം വിസ്താരയതി. അരിമണികൾ വിതറുന്നു, വല വിരിക്കുന്നു. തണ്ടുലഗണാൻ വികീര്യ ജാലം വിസ്താരയതി. അരിമണികൾ വിതറി വല വിരിക്കുന്നു. വ്യാധഃ തണ്ടുലഗണാൻ അവലോകത്തെ ഭൂമൗ അവതരതി. വേടൻ, അതായത് വേട്ടക്കാരൻ, അരിമണികൾ കാണുന്നു, നിലത്തിറങ്ങുന്നു. വേടനല്ല ശരിക്കും പറഞ്ഞ ഇറങ്ങിയത് അല്ലേ?
അപ്പം സെൻറ്റൻസ് ഇങ്ങനെയായിപ്പോയി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാം. വ്യാധഃ തണ്ടുലഗണാൻ അവലോക്യ ഭൂമൗ അവതരതി. വേടൻ അരിമണികൾ കണ്ട് നിലത്തിറങ്ങുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം ഉപസർഗയോജനേന ഇക്ത്വാസ്ഥാനെ ല്യപ്രത്യയസ്യ പ്രയോഗം കൃത്വാ പദാനി പരിവർത്തയത്. ഉദാഹരണം തന്നതനുസരിച്ച് ഉപസർഗ യോജിപ്പിച്ച് ഇക്ത്വാസ്ഥാനത്ത് ല്യപ്രത്യയ പ്രയോഗിച്ച് സെൻറ്റൻസിൽ മാറ്റം വരുത്തി എഴുതുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഛാത്രഃ ഗൃഹം ഗത്വാ ഭോജനം കരോതി. ഇവിടെ എന്ത് മാറ്റമാണ് നമ്മൾ കൊണ്ടുവന്നത്? ഛാത്രഃ ഗൃഹം അതേ കണക്ക് എഴുതി. അപ്പം ഗത്വ ഇക്ത്വ എന്ന സ്ഥാനത്താണ് നമ്മൾ ല്യപ് പ്രത്യയ ചേർത്തിട്ട് ഒരു മാറ്റം കൊണ്ടുവരുത്തേണ്ടത്. ഓക്കെ, അപ്പം ഇതിന് യോജിച്ച ഉപസർഗം നമ്മളിവിടെ ഉപയോഗിക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സെൻറ്റൻസിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്. അപ്പം നോക്കുക, ഛാത്രഃ ഗൃഹം ഗത്വ എന്തായി? ആഗത്യയായി. ഈ ആഗത്യ എങ്ങനായി? ആ എന്ന ഉപസർഗവും ഗം എന്ന ധാതുവും ഇക്ത്വയ്ക്ക് സ്ഥലത്ത് ഇക്ത്വയ്ക്ക് പകരം നമ്മൾ എഴുതിയ ല്യപ് പ്രത്യയ ചേർത്തു. അങ്ങനെ എന്തായി? ആഗത്തി ആയി. ഓക്കെ, ഭോജനം കരോതി. ഇതേ കണക്ക് ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സെൻറ്റൻസും എഴുതേണ്ടത്. ഓക്കെ, മാതാ വസ്ത്രാണി ശാലയിത്വ പചതി. മാതാ വസ്ത്രാണി എന്തായി? ശാലയിത്വ എന്നാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഷാൽ എന്ന ധാതുവിനോടൊപ്പം നമ്മൾ എന്ത് ഉപസർഗമാണ് ഇവിടെ ചേർത്തത്? പ്ര എന്ന ഉപസർഗം ചേർത്തു. അങ്ങനെ പ്രക്ഷാൽ എന്നായി. ഇക്ത്വയ്ക്ക് പകരം ല്യപ് എന്ന പ്രത്യയ ചേർത്തു. അപ്പം പ്രക്ഷാല്യ എന്നായി. ഓക്കെ, പ്ര അധികം ഷാൽ അധികം ല്യപ് പചതി. ശിക്ഷകഃ ശ്ലോകം ലിഖിത്വാ പാഠയതി. ശിക്ഷകഃ ശ്ലോകം ലിഖിത്വ എന്തായി? വിലിഖ്യ എന്നായി. അപ്പോൾ ലിഖ് എന്ന ധാതുവിനോടൊപ്പം എന്ത് ഉപസർഗമാണ് നമ്മൾ ചേർത്തത്? വി എന്ന ഉപസർഗം ചേർത്തു. പ്ലസ് ഇക്ത്വയ്ക്ക് പകരം ല്യപ് എന്ന പ്രത്യയം ചേർത്തു. അങ്ങനെ അതെന്തായി? വിലിഖ്യായി. വിലിഖ്യ പാഠയതി. രമാസ്ഥിത്വ ഗീതം ഗായതി. അപ്പോൾ ഇവിടെ എന്ത് മാറ്റം ഉണ്ടായേ? രമ സ്ഥിത്വയ്ക്ക് പകരം നമ്മൾ എന്തെഴുതി? ഉത്ഥായ എഴുതി. ഉത്ഥായ എങ്ങനെ വന്നു? സ്ഥാ എന്ന ധാതുവിനോടൊപ്പം ഉത് എന്ന ഉപസർഗ ചേർത്ത് ഇക്ത്വയ്ക്ക് പകരം നമ്മൾ ല്യപ് പ്രത്യയം ചേർത്തപ്പോൾ ഉത്ഥായ എന്ന് വന്നു. ഓക്കെ, രമ ഉത്ഥായ ഗീതം ഗായതി. ശിഷ്യഃ സർവദാ ഗുരും നത്വാ പഠതി. ശിഷ്യഃ സർവദാ ഗുരും നത്വ. നത്വ എന്തായി? പ്രണമ്യായി. അതെങ്ങനായി? നം എന്ന ധാതുവിനോടൊപ്പം പ്ര എന്ന ഉപസർഗ ചേർത്ത് ഇക്ത്വയ്ക്ക് പകരം നമ്മൾ ല്യപ് പ്രത്യയം ചേർത്തപ്പോൾ പ്രണമ്യായി. പ്രണമ്യ പഠതി. ലേഖകഃ ആലോചനം കൃത്വാ ലിഖതി. ലേഖകഃ ആലോചനം സംസ്കൃത്യ ലിഖതി. സംസ്കൃത്യ എങ്ങനെ വന്നു? സം എന്ന ഉപസർഗ ചേർത്തു അല്ലേ? കൃ എന്ന ധാതുവിനോടൊപ്പം സം എന്ന ഉപസർഗ ചേർത്തു. അതിനോടൊപ്പം ഇക്ത്വയ്ക്ക് പകരം നമ്മൾ എന്ത് പ്രത്യയമാണ് ചേർത്തത്? ല്യപ് പ്രത്യയ ചേർത്തു. അങ്ങനെ സംസ്കൃത്യ എന്നായി. ഓക്കെ, എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം. ഛാത്രഃ ഗൃഹം ഗത്വാ ഭോജനം കരോതി. വിദ്യാർത്ഥി വീട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കുന്നു. അത് നമ്മൾ സെൻറ്റൻസിൽ ഒരു മാറ്റം വരുത്തി കഴിയുമ്പോൾ ആകുന്നത് എങ്ങനെയാണ്? ഛാത്രഃ ഗൃഹമാഗത്യ ഭോജനം കരോതി. വിദ്യാർത്ഥി വീട്ടിൽ വന്നിട്ട് ആഹാരം കഴിക്കുന്നു. മാതാ വസ്ത്രാണി ശാലയിത്വ പചതി. അമ്മ വസ്ത്രങ്ങൾ കഴുകിയിട്ട് പാചകം ചെയ്യുന്നു. മാതാ വസ്ത്രാണി പ്രക്ഷാല്യ പചതി. അമ്മ വസ്ത്രങ്ങൾ നന്നായി കഴുകിയിട്ട് ആഹാരം പാകം ചെയ്യുന്നു. ശിക്ഷകഃ ശ്ലോകം ലിഖിത്വ പാഠയതി. ടീച്ചർ ശ്ലോകം എഴുതിയിട്ട് പഠിപ്പിക്കുന്നു. ശിക്ഷകഃ ശ്ലോകം വിലിഖ്യ പാഠയതി. ടീച്ചർ വ്യക്തമായി ശ്ലോകം എഴുതിയിട്ട് പഠിപ്പിക്കുന്നു. രമ സ്ഥിത്വാ ഗീതം ഗായതി. രമ നിന്നിട്ട് പാട്ട് പാടുന്നു. രമ ഉത്ഥായ ഗീതം ഗായതി. രമ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടുന്നു. ശിഷ്യഃ സർവദാ ഗുരും നത്വാ പഠതി. ശിഷ്യൻ എപ്പോഴും ഗുരുവിനെ നമിച്ചിട്ടാണ് പഠിക്കുന്നത്. ശിഷ്യഃ സർവദാ ഗുരും പ്രണമ്യ പഠതി. ശിഷ്യൻ എപ്പോഴും ഗുരുവിനെ വളരെ ആദരവോടെ വണങ്ങിയിട്ടാണ് പഠിക്കുന്നത്.
ലേഖകഃ ആലോചനം കൃത്വ ലിഖതി. എഴുത്തുകാരൻ വിശകലനം ചെയ്തിട്ടാണ് എഴുതുന്നത്. ലേഖകഃ ആലോചനം സംസ്കൃത്യ ലിഖതി. എഴുത്തുകാരൻ നന്നായി വിശകലനം ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാഠ്യേ പ്രയുക്തേന ഉപയുക്ത പദേന റിക്തസ്ഥാനം പൂരയത്. പാഠത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതിൽ ഉചിതമായ പദം ഉപയോഗിച്ച് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാം. സർവൈഹി ഏകചിത്തീഭൂയ ഡാഷ് ഉഡീയതാം. എല്ലാവരും ഒറ്റ മനസ്സോടെ ഡാഷ് പറന്നുയരുക, മുകളിലേക്ക് പറന്നുയരുക. അപ്പോൾ എന്തും എടുത്തുകൊണ്ടാണ് പറന്നുയരാൻ പറഞ്ഞത്? ജാലമാതായ, വലയുമെടുത്ത്. സർവൈഹി ഏകചിത്തീഭൂയ ജാലമാതായ ഉഡീയതാം. എല്ലാവരും ഒറ്റ മനസ്സോടെ വലയുമെടുത്ത് മുകളിലേക്ക് പറന്നുയരുക. ജാലാപഹാരകാൻ താൻ ഡാഷ് പശ്ചാത് അധാവത്. വലയും അപഹരിച്ചുകൊണ്ട് പോകുന്ന അവരെ, വലയും കൊണ്ട് പോകുന്ന അവരെ ഡാഷ് പുറകെ ഓടി. അപ്പോൾ എന്താണ് വരുന്നത്? സുദൂരാത് അവലോക്യ, ദൂരെ നിന്ന് കണ്ട്. ജാലാപഹാരകാൻ താൻ സുദൂരാത് അവലോക്യ പശ്ചാത് അധാവത്. വല മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ വല കൊണ്ടുപോകുന്ന അവരെ വളരെ ദൂരെ നിന്ന് കണ്ട് പുറകെ ഓടി. ആരായിരുന്നു ഓടിയേ? വേട്ടക്കാരൻ. അസ്മാക്കം മിത്രം ഡാഷ് നാമോ മൂഷകരാജഃ ഗണ്ഡകി തീരെ ചിത്രവനെ നിവസതി. എൻ്റെ മിത്രം ഡാഷ് എന്ന പേരുള്ള മൂഷകരാജ്, എലിയുടെ രാജാവ്, ഗണ്ഡകി തീരത്തെ ചിത്രവനത്തിൽ താമസിക്കുന്നു. എന്തായിരുന്നു ആ എലിയുടെ രാജാവിൻ്റെ പേര്? ഹിരണ്യക്. അപ്പം ഹിരണ്യകോ നാമ. ഹിരണ്യകഃ കപോതാനാം ഡാഷ് ചകിതതൂഷ്ണിം സ്ഥിതഃ. ഹിരണ്യക് പ്രാവുകളുടെ ഡാഷ് ചകിതതൂഷ്ണിം സ്ഥിതഃ, ഞെട്ടി നിന്നുപോയി. അപ്പം എന്ത് ഭയത്താലായിരുന്നു നിന്നു പോയത്? അവപാത ഭയാത്, അതായത് വന്ന വീണ ഭയത്താൽ. വന്നിറങ്ങിയതായിരുന്നു, പക്ഷെ വന്ന വീണ പോലെയാണ് അതിന് ഫീൽ ചെയ്തത്. ഓക്കെ, വന്ന വീണ ഭയത്താൽ. യതോ ഹി വിപത്കാലേ വിസ്മയ ഏവ കാപുരുഷ ലക്ഷണം. കാരണം ആപത്ഘട്ടത്തിൽ അമ്പരന്ന് പോകുന്നത് തന്നെയാണ് ഭീരുക്കളുടെ ലക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാഠ്യേ പ്രയുക്തേന ലപ്രത്യാന്തപദേന സഹ ഉപയുക്തം പദം യോജയത്ത്. അതായത് ഇവിടെ ചെയ്യേണ്ടത് പാഠത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ലപ്രത്യയ ചേരുന്ന പദത്തിനോടൊപ്പം ഉചിതമായ പദം ഏതോ അത് കണ്ടെത്തി യോജിപ്പിച്ച് എഴുതുക. വികീര്യ തണ്ടുലകണാൻ, വിസ്തീര്യ ജാലം, അവതീര്യ ഭൂമൗ, അവലോക്യ ജാലാപഹാരകാൻ, ഏകചിത്തീഭൂയ ഉഡീയതാം, പ്രത്യഭിജ്ഞായ തദ്വചനം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സമാസയുക്തപദേന റിക്തസ്ഥാനം പൂരയത്. സമാസയുക്തപദത്താൽ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഗണ്ഡക്യാഹ തീരം, ഗണ്ഡകി തീരം. തസ്മിൻ ചേരുമ്പോൾ ഗണ്ഡകി തീരെ. തണ്ടുലാനാം കണാഹ, തണ്ടുലകണാഹ. താൻ ചേരുമ്പോൾ തണ്ടുലകണാൻ. ജാലസ്യ അപഹാരകാഹ, ജാലാപഹാരകാഹ. താൻ ചേരുമ്പോൾ ജാലാപഹാരകാൻ. അവപാദാത് ഭയം, അവപാദ ഭയം. തസ്മാത് ചേരുമ്പോൾ അവപാദ ഭയാത്. കാപുരുഷാണാം ലക്ഷണം, കാപുരുഷ ലക്ഷണം. തസ്മിൻ ചേർന്നാൽ കാപുരുഷ ലക്ഷണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാർത്ഥക പദം ജ്ഞാത്വാ സന്ധി വിച്ഛേദം കുറുത്ത്. അർത്ഥവത്തായ പദം കണ്ടെത്തി അതിനെ പിരിച്ചെഴുതുക. ഇത്യാഗണതിയ ഇതി അധികം ആകണതിയ. ചിത്രഗ്രീവോ അവദത്, ചിത്രഗ്രീവഃ അധികം അവദത്. ബാലകോ അത്ര, ബാലകഃ അധികം അത്ര. ധൈര്യമതാഭ്യുദയേ, ധൈര്യം അധികം അധ അധികം അഭ്യുദയേ. ഭോജനെ അപ്രവർത്തനം, ഭോജനെ അധികം അപി അധികം അപ്രവർത്തനം. അടുത്ത് നോക്കാം. നമസ്തേ, നമഃ അധികം തേ. ഉപായ ചിന്തനീയഃ, ഉപായഃ അധികം ചിന്തനീയഃ. വ്യാധസ്തത്ര, വ്യാധഃ അധികം അത്ര. ഹിരണ്യകോ അപ്യാഹ, ഹിരണ്യകഃ അധികം അപി അധികം ആഹ. മൂഷകരാജോ ഗണ്ഡകി തീരെ, മൂഷകരാജഃ അധികം ഗണ്ഡകി അധികം തീരെ.
അതസ്ത്വാം അതഃ അധികം ത്വാം കശ്ചിത് കഹ അധികം ചിത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.